ഇവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്. അപ്പോൾ അവർ തീർച്ചയായും അവരിലേക്ക് തന്നെ പോകും. നമ്മൾക്ക് വെറും ഒരു സീറോയുടെ സ്ഥാനം കൊടുത്ത് ഫുൾ ടൈം അവർക്ക് എനർജി കൊടുത്ത് അവരെ മേളിൽ വെച്ചിരിക്കും. നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുകയും ചവിട്ടി താഴ്ത്തുകയും തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്പർ 1, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും ഇങ്ങനെ നമ്മൾ ചേസ് ചെയ്ത് പോകുമ്പോഴാണ് അവർ നമ്മളിലേക്ക് തിരിച്ചു വരിക എന്ന്. എന്നാൽ ഇത് തെറ്റായ ധാരണയാണ്. ഇവിടെ നമ്മൾ റിവേഴ്സ് സൈക്കോളജിയാണ് എടുക്കേണ്ടത്. നമ്മൾ അവരെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ അവർ കൂടുതൽ നമ്മളിൽ നിന്ന് അകന്നു പോകും. അവർ അവഗണിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി അവരിലേക്ക് പാസ്സാവുകയാണ്. അപ്പോൾ അവർ ശക്തരാവുകയും നമ്മൾ വീക്കാവുകയും ചെയ്യും. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെൻ്റലി കൂടെ അവരെ ചേസ് ചെയ്ത് ഇങ്ങനെ മെൻ്റലി അവരെന്ത് ചെയ്തു, അവരങ്ങ് പോയോ, തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയോ, എനിക്കെതിരെ ദ്രോഹം ചെയ്തോ, ഇങ്ങനെ പ്രവർത്തിച്ചോ, അങ്ങനെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ടെലിപ്പഴിവതി അവരിലേക്ക് അത് പാസ്സാവുകയാണ്. അപ്പോൾ അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുകയാണ്. അപ്പോൾ അവർ തീർച്ചയായും അവരിലേക്ക് തന്നെ പോകും. മേ ബി ചിലപ്പോൾ ആ സമയത്ത് അവർ പോയിട്ടുണ്ടാവില്ല, എന്നാൽ നമ്മുടെ ചിന്ത അവരിലേക്ക് പാസ്സാവുകയും അത് മാനിഫെസ്റ്റേഷൻ ആവുകയും അവർ അവരിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ തിങ്കിങ് ഒക്കെ വരും. നമ്മളൊന്നും ജ്ഞാനിയൊന്നും അല്ലല്ലോ. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രം അവർ നമ്മിലേക്ക് തിരിച്ചു വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഫുൾ ടൈം അവരെ തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം നമ്മൾ അങ്ങ് മേളിലാണ്, നമുക്കുള്ള സ്ഥാനം താഴെയും. നമ്മൾക്ക് വെറും ഒരു സീറോയുടെ സ്ഥാനം കൊടുത്ത് ഫുൾ ടൈം അവർക്ക് എനർജി കൊടുത്ത് അവരെ മേളിൽ വെച്ചിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യും. കാരണം നിങ്ങളാണ് അവർക്ക് അത്രയും എനർജി കൊടുത്ത് അവരെ മേളിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കുള്ള സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ വെറും സീറോയും. അപ്പോൾ അവർ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുകയും ചവിട്ടി താഴ്ത്തുകയും തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു വാല്യൂം തരില്ല അവർ. കാരണം നമ്മൾ തന്നെയാണ് ആ തെറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും അവർക്കുള്ള സ്ഥാനം കൊടുക്കേണ്ടത് ഒരു പടിയെങ്കിലും നമുക്ക് താഴെ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർ റെസ്പെക്റ്റ് ചെയ്യൂ. കാരണം എപ്പോഴും യജമാനൻ സേവകനെ എന്ത് ചെയ്യും, താഴ്ത്തി തന്നെ വെച്ചിരിക്കും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കണം ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ. അല്ലാതെ നമ്മൾ വെറും ഡമ്മിയും അവർ ഹീറോ ആക്കി വെച്ചിരിക്കുമ്പോൾ, അത്രയും സ്ഥാനം കൊടുത്ത് വെച്ചിരിക്കുമ്പോൾ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു വാല്യൂവും തരില്ല. ശരി, ഓക്കെ, എനിക്ക് അവരെ താഴെ ഇരുത്താൻ ഇഷ്ടമില്ലെങ്കിൽ ഈക്വൽ പ്ലേസ് കൊടുക്കാം. അപ്പോൾ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. അപ്പം നമ്മൾ തന്നെയാണ് ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യുന്നത്, നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ട് ഫുൾ ടൈം ഈ ചേസ് ചെയ്യുന്നത് നിർത്തി നമ്മിലേക്ക് കുറച്ച് തിരിയുക. നമ്മളെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുക. എല്ലാവരും പറയും സെൽഫ് ലവ് ചെയ്യൂ എന്നൊക്കെ. എല്ലാവർക്കും അങ്ങനെ പറ്റിയെന്ന് വരില്ല. ചിലർക്കൊക്കെ ചില ഇൻസിഡൻറ്റ് വരും. അപ്രതീക്ഷിതമായ ചില ഇൻസിഡൻറ്റ് വരുമ്പോൾ അവർ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് അവരുടെ ലൈഫേ മാറും. നമ്മൾ എപ്പോൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുന്നുവോ അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റേബിൾ ആവും. ഈ വിട്ടു പോകുന്നവരൊക്കെ നമ്മിലേക്ക് അട്രാക്റ്റ് ആവും. നമ്മുടെ വാല്യൂ അവിടെ ഉയരുകയാണ്. കാരണം നമ്മൾ ആരെയും ചേസ് ചെയ്യുന്നില്ല. നമ്മുടെ വാല്യൂവിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ അവർ തന്നെ നമ്മിലേക്ക് അട്രാക്റ്റ് ആവും. ഇവരെന്താ ഇപ്പം എന്നെ മൈൻഡേ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവർ നമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ചിലർക്കൊന്നും അങ്ങനെ സെൽഫ് ലവ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇങ്ങനെ ചേസ് ചെയ്ത് പോകുന്നത് നിർത്തിയിട്ട് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ എന്ന് രാവിലെ എണീറ്റ് നിന്ന് നമ്മുടെ വലത് കൈ എടുത്ത് ഇടത് നെഞ്ചിൽ വെച്ച് മിററിലൊക്കെ മിററിൽ നോക്കിയും പറയാം, നോക്കാതെയും പറയാം. മിററിൽ നോക്കിയാൽ കുറച്ചുകൂടെ എഫക്റ്റീവാണ്. നമ്മൾ പറയാറില്ലേ മിറർ ടെക്നിക്ക് എന്നൊക്കെ, അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അപ്പം മിററിൽ നോക്കി നിന്ന് നമ്മുടെ വലത് കൈ എടുത്ത് ഇടത് നെഞ്ചിൽ വെച്ചിട്ട് ഐ ലവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്, ഇങ്ങനെ ഫീൽ ചെയ്ത് പറയുക. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഒരു 7 പ്രാവശ്യം എങ്കിലും പറയുക. ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. ദിവസവും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അബ്സോർവ് ചെയ്യുകയും പിന്നെ പതിയെ നമ്മൾ അങ്ങനെ മാറുകയും ചെയ്യും. ചേസിങ്ങും ഈ നെഗറ്റിവിറ്റിയും ഒക്കെ കുറയ്ക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അതിന് ചില മ്യൂസിക്കൊക്കെ ഉണ്ട്. അതായത് റിലാക്സിങ് മ്യൂസിക്, ഫ്ലൂട്ട് മ്യൂസിക്കൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഗൂഗിളിൽ കയറി പിക്സാബേ എന്നൊക്കെ അടിച്ചാൽ മതി. ആ ആപ്പിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ശ്വാസം ഒരു 4-5 പ്രാവശ്യം ദീർഘനിശ്വാസം എടുത്ത് പതിയെ വിട്ടതിന് ശേഷം ആ മ്യൂസിക്കിനെ മാത്രം ഒന്ന് അതിൽ ശ്രദ്ധ കൊടുത്ത് ഇരിക്കുക. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് മൈൻഡെല്ലാം റിലാക്സ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് എല്ലാം കുറേ തോട്ട്സ് ഒക്കെ വരും. കാരണം നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ തോട്ട്സ് എല്ലാം നെഗറ്റീവ് തോട്ട്സ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതല്ലേ, അതൊക്കെ ഒന്ന് റിലീസായി പോയിക്കോട്ടെ. എനിക്ക് ധ്യാനം വരുന്നില്ല, എനിക്ക് അങ്ങനെ ഒന്നും വിചാരിക്കും. ഫസ്റ്റൊക്കെ ധാരാളം നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നാലും പതിയെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കാം ആവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ധ്യാനം ചെയ്യാതെ ഇരിക്കാനേ പറ്റാത്ത ഒരവസ്ഥ എത്തും. കാരണം നമുക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റും. ചെയ്യുമ്പോഴുള്ളതും ചെയ്യാത്തപ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും.
ഇങ്ങനെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറുന്നതും നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നതെല്ലാം കുറയ്ക്കുകയും നിങ്ങൾ സെൽഫ് ലെവലിലേക്ക് വരികയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വരുമ്പോൾ തന്നെ അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യും. സോ പ്ലീസ് ചേസ് ചെയ്യുന്നത് ഫസ്റ്റ് നിർത്തുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിങ്ങനെ ചേസ് ചെയ്യാതെയൊക്കെ ഇരുന്നാൽ അവർ പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടു പോകില്ലേ? ഇത്രയും ദിവസം നിങ്ങൾ അവരെ ചേസ് ചെയ്തും അവരുടെ പുറകെ പോയും നിങ്ങൾ അത്രയും സ്നേഹിക്കുകയും ചെയ്തപ്പോൾ അവർ നിങ്ങളെ അംഗീകരിച്ചോ? ഇല്ല. സ്നേഹിച്ചോ? ഇല്ല. തേർഡ് പാർട്ടിയെ വിട്ടിട്ട് വന്നോ? ഇല്ലല്ലോ. സോ എപ്പോഴും നിങ്ങളായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ. വേറെ ആർക്കും ആ സ്ഥാനം കൊടുക്കരുത്. എപ്പോഴും ഒരു പടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈക്വലായിട്ട് മറ്റുള്ളവരെ വെച്ചിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുകയും വാല്യൂ ചെയ്യുകയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആക്കി അവർ വരികയും ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയും ചെയ്യും. ഇതാണ് നമ്പർ 1. നിങ്ങൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഫുഡായാലും വെള്ളം, ചായ എന്തെടുത്താലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇറിറ്റേഷൻ ഇരിക്കും. കാരണം അവർ നമ്മളോട് തെറ്റ് ചെയ്ത് നമുക്ക് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും തോന്നുക. എന്നാൽ പോലും നിങ്ങൾ ഫുഡ് കൊടുക്കാനോ വെള്ളം, ചായ എന്തെടുത്താലും അതിൽ നോക്കി നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അതായത് ഞാനും എൻ്റെ പേഴ്സണും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, പേഴ്സൺ എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു, എന്നോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കുന്നു, ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിക്കുന്നു. ഇങ്ങനെയൊക്കെ ആ വെള്ളത്തിനെയും ഫുഡിനെയൊക്കെ നോക്കി പറയുക. അപ്പോൾ ആ പോസിറ്റീവ് എനർജി ആ ഫുഡിലേക്ക് പാസ്സാവുകയും അത് അവർ കഴിക്കുമ്പോൾ ആ എനർജി ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഒരു വെള്ളമായാൽ പോലും നമ്മുടെ ശരീരത്തിൽ ഒരു 75% ഉള്ളത് വെള്ളമാണ്. ആ വെള്ളത്തിനെ നോക്കി പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും. കാരണം നമ്മൾ വാട്ടർ ടെക്നിക്കൊക്കെ ചെയ്യാറില്ല, അത് വളരെ എഫക്റ്റീവാണ്. ആ വാട്ടർ പോകുമ്പോൾ തന്നെ 75% വാട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോസിറ്റീവ് വൈബ്രേഷൻ അവരുടെ ശരീരമാസകലം വ്യാപിക്കും. അതുകൊണ്ട് ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇതാണ് നമ്പർ 2. നമ്പർ 3, അവർ യൂസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, എപ്പോഴും അവർ ഇരിക്കുകയും മൊബൈൽ നോക്കുന്നതായാലും എപ്പോഴും അവർ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നിങ്ങൾ പോയിരുന്ന് അവരില്ലാത്ത സമയം നോക്കി പോയിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുക. അവരെങ്ങനെയാണോ നിങ്ങളോട് ഇരിക്കണം, പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ ആ സ്ഥലത്തിരുന്ന് പറയുക. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനവും മാത്രമാണുള്ളത്, നിങ്ങൾ എന്നെ മാത്രം റെസ്പെക്റ്റ് ചെയ്യുകയും ബഹുമാനിക്കുകയും എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇരിക്കുകയും എന്നോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കും, നമ്മൾ നല്ല ശാന്തി സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നു, ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾ അനുസരിക്കുന്നു, താങ്ക് യു. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യം ആണ് അവർ നിങ്ങളോട് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. അപ്പോൾ ആ എനർജി ആ പ്ലേസിൽ തങ്ങി നിൽക്കുകയും പിന്നെ അവർ അവിടെ വന്നിരിക്കുമ്പോൾ ആ എനർജി അവരിലേക്ക് പാസ്സാവുകയും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ഇതാണ് നമ്പർ 3. നമ്പർ 4, അഫർമേഷൻസ് പറയുക. നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പറ്റിയാൽ അത്രയും നല്ലത്, അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും ഒരു അലാം സെറ്റ് ചെയ്തിട്ട് ഈ അഫർമേഷൻസ് പറയുക. നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം അഫർമേഷൻസ് ഉണ്ടാക്കാം. എന്നാൽ അതിലൊരു നെഗറ്റീവ് വേർഡ് കൂടെ ഇരിക്കാൻ പാടില്ല. എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഭർത്താവ് ആ തേർഡ് പേഴ്സണെ വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് നിങ്ങൾ പറയരുത്. കാരണം അവിടെ തേർഡ് പേഴ്സൺ വന്നു. നിങ്ങൾ പറയേണ്ടത് എൻ്റെ ഭർത്താവും സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ഇരിക്കുന്ന ഭർത്താവോ ഏതോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പേഴ്സൺ എന്നോട് വിശ്വാസമായിട്ടും സത്യസന്ധമായിട്ടും ഇരിക്കുന്നു, ഞങ്ങൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും മാത്രം നിറഞ്ഞു നിൽക്കുന്നു, ഞാൻ എനിക്കിഷ്ടപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ശരിയായ വ്യക്തികളും ശരിയായ സാഹചര്യങ്ങളും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ ഒരു അലാം വെച്ച് 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക. കിടക്കാൻ പോകുന്നതിന് മുമ്പേ മസ്റ്റായിട്ട് ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഫീൽ ചെയ്ത് പറയുക. ഈ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് അബ്സോർബ് ആവുകയും പിന്നെ അത് മാനിഫെസ്റ്റ് ആവുകയും ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കൽ ആവുകയും ചെയ്യും. നമ്പർ 4, ഓപ്പണോ പ്രെയർ പറയുക. ഇതിൻ്റെ ഒരു ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതും തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലുള്ള ആ നെഗറ്റിവിറ്റി മാറിപ്പോവുകയും ആ നെഗറ്റിവിറ്റി മാറിപ്പോകുമ്പോൾ നിങ്ങൾ പോസിറ്റിവിറ്റി അട്രാക്റ്റ് ആവുകയും അപ്പോൾ ആ വ്യക്തികൾ, ആ തേർഡ് പാർട്ടീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി മാറിപ്പോവുകയും ചെയ്യും. നമ്പർ 4, ഫർഗീവ്നെസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകൂ. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ റിവേഴ്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളൊന്നും ജ്ഞാനികളല്ലല്ലോ. നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കും. പക്ഷേ അത് തന്നെ അവരെ വളർത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഞാൻ 20 വർഷം വരെ വേണ്ടി വന്നു.
അവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ നെഗറ്റീവ് വിചാരിക്കുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ അവർ നമ്മളെ കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ടിപ്പ് ഫോളോ ചെയ്തിട്ട് ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫർഗീവ്നെസ്. അവരോട് ക്ഷമിച്ചു കൊടുത്താൽ മാത്രമേ അവർ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് പടിയിറങ്ങൂ. ഓപ്പൺ പ്രയർ അത്രയും എഫക്റ്റീവാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം, അവരെ ചേസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞത് ശരിയാണ്. അതിനെന്ന് പറഞ്ഞ് നിങ്ങൾ അവരോടുള്ള കടമകൾ ചെയ്യരുത്, അവരെ സ്നേഹിക്കരുത് എന്നല്ല അതിനർത്ഥം. നിങ്ങൾ നിങ്ങളുടെ കടമകളെല്ലാം ചെയ്യണം, അവരെ സ്നേഹിക്കണം, ഉള്ളുകൊണ്ട് പ്യുവറായിട്ട് സ്നേഹിക്കണം. പക്ഷേ അവരുടെ പുറകെ ഇങ്ങനെ ഇളിഞ്ഞിളിഞ്ഞ് ചേസ് ചെയ്ത് പോകരുത്. എനിക്ക് ഭയങ്കര സ്നേഹമാണ്, നിങ്ങൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹം പ്യുവറായിരിക്കണം. നിങ്ങളുടെ കടമകൾ ചെയ്യുക. നിങ്ങൾ അവരെ ഫർഗീവ് ചെയ്ത് പ്യുവറായിട്ട് നിങ്ങളുടെ സ്നേഹം ഇരിക്കുമ്പോൾ തന്നെ ഈ യൂണിവേഴ്സിനറിയാം, ആ യൂണിവേഴ്സ് അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരും. ഞാൻ പറഞ്ഞ ഈ എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 വീക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം കണ്ടറിയാൻ പറ്റും. ഇത് ഞാൻ 100% ഗ്യാരണ്ടി നൽകുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിനെ ചേസ് ചെയ്യുന്നത് നിർത്തി അവരോട് ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ചെയ്താൽ 100% ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അത് ഇന്ന് നിങ്ങൾ ചെയ്ത് നാളെ കിട്ടുമെന്നല്ല, കുറച്ച് ദിവസം ഫോളോ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവർ പടിയിറങ്ങും. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.